ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? കേസ് നോക്കിയെങ്കിൽ നമുക്ക് കേസ് അങ്ങ് ഡിസ്കസ് ചെയ്യാം. സർ, ഞാനിപ്പോൾ സെഷൻ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ലാപ്ടോപ്പിലെ കേസും കൂടെ നോക്കിയിട്ട് 5 മിനിറ്റ് ഇപ്പം വരാം സർ. എല്ലാ ദിവസവും ഇങ്ങനെയാണോ? ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ച് ആ സമയത്താണോ കേസ് നോക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, അതിലൂടെ കേസ് നോക്കണ്ടേ. ഒരു ഫാസ്റ്റ് മൾട്ടി ടാസ്ക് ആകുമല്ലോ. തൽക്കാലം ഫാസ്റ്റ് മൾട്ടി ടാസ്കിങ് വേണ്ട, വന്നിരിക്കും. അതെന്താ സർ? ഇരിക്കി. ഈ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ? നല്ലതല്ലേ സർ, കഴിക്കാൻ വേണ്ടി അത്രയും സമയം കളയണ്ടല്ലോ. എങ്ങനെ കഴിച്ചാലും സ്റ്റൊമക്ക് അതിനെ ഡൈജസ്റ്റ് ചെയ്തോളൂല്ലോ. ഓ, അപ്പോൾ അതിൻ്റെ കൂടെ ലാപ്ടോപ്പ് നോക്കുന്നതോ? അത് ഒരേ സമയം വർക്ക് കൂടി നടക്കുമല്ലോ, സമയം നമുക്കില്ലല്ലോ. ഓ, സമയം. അപ്പം അതാണ് പ്രശ്നം. ഈ തൽക്കാല സമയം ലാഭമാണോ ജീവിത ദൈർഘ്യത്തിന് തന്നെ കുറച്ചുകൂടെ സമയം കൂട്ടുന്നതാണോ നല്ലത്? അതെന്താ സർ, മനസ്സിലായില്ല. മൈൻഡ്ഫുൾ ഈറ്റിംഗ് കേട്ടിട്ടുണ്ടോ? എന്താണ് സർ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഓക്കുപ്പൈ ചെയ്യുന്ന അപൂർവം ചില പ്രവർത്തികളിൽ ഒന്നാണ് നമ്മുടെ ഭക്ഷണം കഴിപ്പ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ടേസ്റ്റ്, നമ്മൾ രുചി അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. സെൻസ് ഓഫ് വിഷൻ, നമ്മൾ കണ്ട് ഭക്ഷണം കഴിക്കുന്നു. സെൻസ് ഓഫ് സ്മെൽ, നമ്മൾ ആ മണം ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നു. സെൻസ് ഓഫ് ടച്ച്, നമ്മളത് ഫീൽ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നു. സെൻസ് ഓഫ് ഹിയറിംഗ്, നമ്മൾ ഭക്ഷണം മിക്സ് ചെയ്യുന്നതിൻ്റെ, ചവയ്ക്കുന്നതിൻ്റെ, ഫോർക്കും സ്പൂണും ഉപയോഗിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ സൗണ്ടിൻ്റെ. അപ്പം 5 സെൻസസും ഓക്കുപ്പൈ ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു മെഡിറ്റേഷനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി ഈറ്റിംഗ്. നമ്മൾ ചെയ്യുന്ന ഇപ്പം എന്താണ്? നമ്മൾ ലാപ്ടോപ്പ് നോക്കിയിരുന്നു, അതല്ലേ പലരും മൊബൈൽ ഫോൺ, TV ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ആ TV-യിലോ മൊബൈലിലോ ഉള്ള കണ്ടന്റ് നമുക്ക് ദേഷ്യം വരുന്ന ചില വാർത്ത വല്ലതും കാണുമ്പോൾ, അല്ലെങ്കിൽ വിഷമം വരുന്നതാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മനസ്സിനെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡീനെ എഫക്ട്. അപ്പം മെന്റലിയും ഫിസിയോളജിക്കലിയും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഒരു യാന്ത്രികമായ ഭക്ഷണം കഴിപ്പും ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഓക്കെ, അപ്പം വേറൊരു കാര്യം റോഷ്നി പറഞ്ഞില്ലേ, എന്തിനാ സാറേ സമയം കളയുന്നത്, ഡൈജഷൻ വയറ് ചെയ്തോളുമല്ലോ, നമ്മൾ പെട്ടെന്ന് കഴിച്ചാൽ പോരെന്ന്. ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് കഴിപ്പും ഡൈജഷനും. ഇപ്പം നമ്മൾ ഭക്ഷണം എടുത്ത് ചവയ്ക്കുന്നു, വിഴുങ്ങുന്നു, പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് വഴി അത് സ്റ്റൊമക്കിൽ ചെല്ലുന്നു, അവിടെ അത് ആസിഡ്സുമായിട്ട് മിക്സ് ആവുന്നു. പിന്നെ ഫർദർ അത് ലൂമിനി കൂടെ താഴോട്ട് പോകുന്നു, ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു, വാട്ടർ റീ അബ്സോർപ്ഷൻ നടക്കുന്നു, എക്സ്ക്രീഷൻ നടക്കുന്നു. ഇത് വളരെയധികം ഊർജ്ജം ഉപയോഗിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവും. ഇതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ബോഡി ടെമ്പറേച്ചർ നമുക്ക് ചൂട് കൂടുന്നതിൻ്റെ റീസൺ. ഇതിനിപ്പം സമാനമായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ കുറച്ച് പച്ചക്കറി വേവിക്കണം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുക്കുന്നു, വലിയ കഷ്ണങ്ങളായി വെട്ടി അതിനകത്തിട്ട് വേവിക്കാമെന്ന് വെക്കുക. കുറച്ചധികം താപോർജ്ജം വേണ്ടി വരും അല്ലേ? അതേ സമയത്ത് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ വേവിക്കുകയാണ് നമ്മൾ ഓർത്ത് നോക്കൂ, കുറച്ച് താപോർജ്ജത്തിൽ നമുക്കത് വേവിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. വലിയ കഷ്ണമായി നമ്മൾ വിഴുങ്ങി കഴിഞ്ഞാൽ അത് ഡബിൾ എഫേർട്ടാണ് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സിന് ഉണ്ടാവുന്നത്. ഡ്രിങ്ക് യുവർ ഫുഡ് എന്നാണ് പറയുന്നത്. ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, മൈൻഡ്ഫുൾ ഈറ്റിംഗ്. കുറേ അധികം റിസർച്ച് പേപ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൽ കൂടുതലും പറയുന്നത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ചെയ്യുന്നവർക്ക് ശരീര അമിതവണ്ണം കുറയ്ക്കാനും ആരോഗ്യപരമായ ശരീരം വരാനും അത് സഹായിക്കുന്നു എന്നാണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ മൈൻഡ്ഫുള്ളായി പതുക്കെ കഴിക്കുമ്പോൾ വയറ് നിറയുമ്പോൾ തന്നെ നമുക്കത് ആ സിഗ്നൽ ബ്രെയിനിൽ ചെല്ലാനും ഭക്ഷണം നിർത്താനും അത് ഹെൽപ്പ് ചെയ്യും. നേരെ മറിച്ച് നമ്മൾ പെട്ടെന്ന് കഴിക്കുവാണെങ്കിൽ ആ സിഗ്നൽ വളരെ പതുക്കെയാണ് ബ്രെയിൻ വരെ ചെല്ലുന്നത്. നമ്മൾ കുറച്ചധികം ഭക്ഷണം കഴിക്കും. അത് മാത്രവുമല്ല, നമ്മൾ ഭക്ഷണവും ശരീരവുമായി ഒരു കണക്ട് വരും. അപ്പം വേണ്ട ഭക്ഷണം എന്തെന്നും വേണ്ടാത്ത ഭക്ഷണം എന്തെന്നും ശരീരത്തിന് തന്നെ മനസ്സിലാവുന്നു. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പം 2 രീതിയിൽ, അതായത് മെഡിറ്റേറ്റീവായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും, അതുവഴി മനസ്സിന് ആരോഗ്യമുണ്ടാവും. ശരീരത്തിന് നമ്മൾ മിതമായും വേണ്ട ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടും ശരീരത്തിനും ആരോഗ്യം കിട്ടും. അപ്പം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം കിട്ടുമ്പോൾ ജീവിത ദൈർഘ്യത്തിന് നമുക്ക് സമയം കൂട്ടാൻ പറ്റും. മനസ്സിലായോ? അയ്യോ സാർ, അപ്പം ഞാൻ ഇത്രയും നാൾ കഴിച്ച ഫുഡെല്ലാം വേസ്റ്റ് ആയില്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്നലെ വരെയുള്ള ജീവിതചര്യയാണ് ഇന്നത്തെ ജീവിത സാഹചര്യം ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതചര്യ കൊണ്ട് നമുക്ക് നാളെ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ കരുതിയാൽ മതി. ശരിയാണ് സാർ.